താലിയോഗം. രചന ജാസ്മിൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അല്ലേ, നല്ലൊരു അമ്മായിച്ചനും നല്ലൊരു മുത്തശ്ശനും നല്ലൊരു മുതുമുത്തശ്ശനൊക്കെ ആവട്ടെ. നന്ദു ഒരു പൊട്ടിച്ചിരിയോടെ പറയുമ്പോൾ അജു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവളെ നോക്കി പല്ല് കടിച്ചു. നല്ലൊരു അടിപൊളി സെന്റി സീനായിരുന്നു. അതിന് എത്ര വേഗം കുരുട്ടൊരു ചളി സീനാക്കിയത്. മരുമകളെ പുകഴ്ത്തുവാണെന്ന് കരുതരുത്. ഇതുപോലൊരു വെറുപ്പ് ഈ ലോകത്തിലില്ല. അജു ലക്ഷ്മിയെ നോക്കി നന്ദുവിനെ കുറിച്ച് പറയുമ്പോൾ നന്ദുവിടെ കയ്യിലെ ടവൽ കൊണ്ട് മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. ഓ, ഈ വെറുപ്പിലേക്ക് കാണായിരുന്നു. ഇപ്പോഴും ഈ റൂമിൽ കിടക്കേണ്ടി വന്നിരുന്നു. ഭ്രാന്ത. അവസാനത്തെ ആ ഭ്രാന്താവിളി മാത്രം ഇത്തിരി പതുക്കെയായിരുന്നു. സ്വന്തം മകൻ അങ്ങനെ വിളിക്കുന്നതെന്ന് ഏതൊരു അമ്മയ്ക്കും പിടിക്കില്ല. ഇവിടെ ലക്ഷ്മിക്ക് ദേഷ്യമൊന്നും വന്നില്ലെങ്കിലും സങ്കടം തോന്നും. അങ്ങനെ ഒരു അവസ്ഥയിലൂടെ അവൻ കടന്നുപോയല്ലോ എന്ന് കരുതില്ലേ. കൂടുതലൊന്നും അവർക്ക് അറിയുകയുമില്ല. അറിയിക്കാൻ നന്ദുവിന് തോന്നിയതുമില്ല. ഇനി അത് പറഞ്ഞോ? അജു അവളെന്ന് പൂച്ഛിച്ചു. നന്ദു തിരിച്ചു. ലക്ഷ്മി രണ്ടുപേരെയും മാറി മാറി നോക്കി ബെഡിലിരുന്നു. രണ്ടുപേരും ഇങ്ങനെ കടികൂടുമെന്ന് അവരെ കണ്ടാൽ പറയില്ല. എല്ലാവർക്കും മുന്നിലൊക്കെ നല്ല വിനയമാണ് പെണ്ണിന്. ഞാനിന്ന് പോയാൽ പിന്നെ ഡെലിവറി കഴിഞ്ഞ് വരത്തുള്ളൂ. അയ്യോ, ഡെലിവറി കഴിഞ്ഞിട്ടും വരണമെന്നില്ല. കുട്ടിയുടെ കെട്ട് കഴിഞ്ഞിട്ട് വന്നാൽ മതി. അജു പറയുമ്പോൾ നന്ദുവിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. ലക്ഷ്മി അവർ രണ്ടുപേരെയും മാറി മാറി നോക്കിയിരിക്കുകയാണ്. നന്ദു ഇനി വരില്ലേ എന്നൊരു ചിന്തയും അവരിൽ നിറഞ്ഞു. നന്ദു പിന്നെ ഒന്നും പറയാതെ മുഖത്തെ ചില മിനിക്കോണുകൾ ചെയ്യാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞതും 3 പേരും കൂടെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്തെങ്കിലും ഇറങ്ങട്ടെ, ജാനുവിന്റെ അനിയൻ എല്ലാവരെയും നോക്കി പറഞ്ഞു. എല്ലാവരും നന്ദുവിനെ നോക്കി. അവളൊരു ചിരിയോടെ എല്ലാവരെയും നോക്കി നിൽക്കുകയാണ്. ഇന്ന് പോയി നാളെ വരുന്നതിന് എന്തിനാണ് സങ്കടമെന്നായിരുന്നു അവളുടെ ഉള്ളിൽ. പോയിട്ട് വരാമേ, ലക്ഷ്മി ഒന്ന് പുണർന്നുകൊണ്ട് അവൾ പറഞ്ഞു. നാളെ ഞാൻ അജുവിനെ കൂട്ടി വരാം. മോള് വരില്ലേ? പിന്നെന്താ, നാളെ തന്നെ വായോ. നന്ദു ചിരിയോടെ പറയുമ്പോൾ അവരവിടെ കവിളിൽ പതിയെ തലോടി. നന്ദു പിന്നെ പോയത് സേതുമയുടെ അടുത്തേക്കാണ്. പോയിട്ട് വരട്ടെ സേതുമേ? പോയി വാ. നന്ദുവിന്റെ നെറ്റിൽ സേതുമ അമർത്തിയൊന്ന് മുത്തി. നന്ദു എല്ലാവരോടും യാത്ര പറഞ്ഞ ശേഷം അജുവിന്റെ അടുത്തേക്ക് പോയി. പോയിട്ട് വരണം. അജു ചിരിയോടെ പറയുമ്പോൾ നന്ദുവിന്റെ മുഖത്തേക്ക് നോക്കി. വരാതെ എവിടെ പോവാൻ? അജു നന്ദുവിന്റെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും ജാനുവിന്റെ അനിയൻ കാറെടുത്ത് മുന്നിൽ നിർത്തിയിരുന്നു. കയറിയോ. മുന്നിലെ ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് അജു പറഞ്ഞു. നന്ദു പതിയെ കാറിൽ കയറി സീറ്റിലേക്ക് ഇരുന്നു. സീറ്റിൽ ഇരുന്ന ശേഷം നന്ദു അജുവിന്റെ മുഖത്തേക്ക് നോക്കി. നാളെ വരും, പക്ഷെ ഈ ദിവസം കടന്നു പോകണ്ടേ? ഈ രാത്രി കടന്നു പോകണ്ടേ? ഉറങ്ങി എഴുന്നേൽക്കണ്ടേ? നന്ദുവിന് അതുവരെ ഇല്ലാത്തൊരു വേദന തോന്നി, വല്ലാത്തൊരു സങ്കടം. അജു ഒന്ന് കുനിഞ്ഞു വന്ന് കാറിന്റെ ഗ്ലാസിന്റെ അകത്തൂടെ തലയിട്ട് നന്ദുവിന്റെ നെറ്റിയിലൊന്ന് മുത്തി. നാളെ വരാട്ടോ. നന്ദു ഒന്ന് മൂളുക മാത്രം ചെയ്തു. ഒന്നും പറയാൻ നന്ദുവിന് കഴിയുന്നില്ലെന്നുള്ളതാണ് സത്യം. അജു അകന്നതും കാറ് മുന്നോട്ട് നീങ്ങി. നന്ദു അജുവിനെ നോക്കാതെ മുന്നോട്ട് കണ്ണുകൾ മാറ്റി. ഇനി അവനെ നോക്കിയാൽ പിടിച്ചു വെച്ച കണ്ണുനീര് അവളെ ചതിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നാലോ എന്ന പേടിയായിരുന്നു അവൾക്കുള്ളിൽ. അവനിൽ നിന്ന് മറിഞ്ഞ കാറിനെ നോക്കിക്കൊണ്ട് അവൻ ആ മുറ്റത്ത് കുറച്ചു നേരം നിന്നു. ശേഷം തിരിഞ്ഞടന്നു. അകത്തേക്ക് നടക്കുമ്പോൾ അവൻ കണ്ടു കലങ്ങിയ കണ്ണുകളുമായി നന്ദു പോയ വഴിയെ നോക്കി നിൽക്കുന്ന സേതുമ്മ, മിഴികൾ ഒപ്പുന്ന അവന്റെ അമ്മ. അജു ഒരു ചിരിയോടെ അകത്തേക്ക് കയറി. വാതിൽ തുറന്ന് അവന്റെ റൂമിലേക്ക് കയറുമ്പോൾ അവൻ ആ റൂം മൊത്തത്തിലൊന്ന് നോക്കി. അവന്റെ നന്ദയില്ലാത്ത റൂം. വാ തുറന്ന് കണ്ണുകൾ അടച്ച് ആഞ്ഞ് ശ്വാസം വലിച്ചു വിട്ട ശേഷം ബെഡിലേക്ക് മറന്നു കിടന്നു. നന്ദു പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം അമ്മയുടെ കൂടെ ഇരിക്കണം, സംസാരിക്കണം, എന്നിട്ട് പുറത്തു പോകണം. രാത്രി വന്ന് ഭക്ഷണം കഴിച്ച് ഉറങ്ങിയ ശേഷം രാവിലെ അവളെ കൊണ്ടുവരാൻ പോകണം. അത്രയുമായിരുന്നു ഇതുവരെയുള്ള കണക്കൂട്ടലുകൾ. എന്നാൽ ഇപ്പോൾ അതെല്ലാം തകിടം മറിഞ്ഞു. നാളെ രാവിലെ വരെ പോയിട്ട് ഇന്ന് രാത്രിയാവാൻ എന്ത് ചെയ്യണം? ഓരോന്നാലോചിച്ച് ഒറ്റക്കാ ബെഡിൽ കിടക്കുമ്പോൾ അജുവിന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. അവനൊന്ന് കണ്ണി ചിമ്മി തുറന്നു. കെട്ടി നിന്നിരുന്ന കണ്ണുനീർ അവന്റെ കണ്ണിന്റെ ചെരുവിലൂടെ ഒഴുകിയിറങ്ങി. ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടതും സാവിത്രി ചെയ്തുകൊണ്ടിരിക്കുന്ന പണി നിർത്തി അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഡാ, നീ ബെല്ലടിച്ച് കേട്ടില്ലേ? ഉണ്ണിയെ നോക്കി ചോദിക്കുമ്പോൾ അവൻ ടിവിയിലേക്ക് നോക്കി ഒന്നുകൂടെ നേരെയിരുന്നു. സാവിത്രി വാതിൽ തുറന്നു നോക്കിയതും പുറംതിരിഞ്ഞു നിൽക്കുന്ന അജു. അജു. ആ, സാവിത്രി വിളിച്ചതും അജു ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി. ഞാൻ. വാ, അകത്തേക്ക് വാ. അജു എന്തു പറയണമെന്നറിയാൻ നിന്ന് ഉഴറിയതും സാവിത്രി വാതിക്കൽ നിന്ന് മാറിക്കൊടുത്തു. ഈ വരവ് അവർ പ്രതീക്ഷിച്ചിരുന്നെന്ന പോലെയായിരുന്നു അവരുടെ മുഖഭാവം. ആ, ആരി തളിയെന്നോ? ഒരു ദിവസമെങ്കിലും കാണാതെ പറ്റില്ലല്ലേ? ഓടാ. ചിരിയോട് ഉണ്ണി കളിയാക്കുമ്പോൾ അജു അവനെ നോക്കാവുന്ന പൂച്ചിച്ചുകൊണ്ട് സെറ്റിയിലേക്ക് ഇരുന്നു. ഓടിപ്പോയി അവന്റെ നന്ദയെ കാണണമെന്നുണ്ട്, പക്ഷേ ഒരു മടി. ചേച്ചി ആ റൂമിലുണ്ട്, പോയി കണ്ടോ? ചിരിയോട് ഉണ്ണി പറയുമ്പോൾ അജു അത് കേൾക്കാത്ത പോലെ ടിവിയിലേക്ക് നോക്കിയിരുന്നു. ഈ ചാനൽ എന്താ സൂര്യമംഗലത്തെ വീട്ടിൽ ടിവിയിൽ കിട്ടില്ലേ അമ്മേ? ടി വി കാണാമെന്നവർ ടിവിയിലേക്ക് തന്നെ നോക്കിയിരിക്കുന്ന അജുവിനെ നോക്കി കുസൃതിയോട് ഉണ്ണി പറയുമ്പോൾ അജു അവനെ ഒന്ന് തുറിച്ചു നോക്കി. അജു, മോള് റൂമിലുണ്ട്, ചെല്ല്. ഞാൻ കിടക്കണമെന്ന് ചോദിച്ചതാ, സമ്മതിച്ചില്ല. അതെങ്ങനെ സമ്മതിക്കും? ചേച്ചിക്കറിയാം അളിയൻ വരുന്നു അല്ലേ അളിയ? ഉണ്ണി ചിരിയോടെ പറയുമ്പോൾ അജു ഒന്നും മിണ്ടാ സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് അടഞ്ഞു കിടക്കുന്ന വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. നാളെ തന്നെ പോവായിരിക്കും. സാവിത്രി പറയുമ്പോൾ ഉണ്ണിയുടെ മുഖം മാറി. ഇപ്പോൾ ഒരു പെങ്ങളല്ല, 2 പെങ്ങന്മാരാണ്. നന്ദു പോകുന്ന അവനൊരു വേദന തന്നെയാണ്. അജു റൂമിൽ കയറി വാതിലടച്ച് ലോക്കാക്കി. ശേഷം ആഞ്ഞ് ശ്വാസം വലിച്ചു വിട്ടു.
ഇപ്പോഴാണ് ജീവൻ തിരിച്ചു കിട്ടിയത്. അജു ബെഡിലേക്ക് നോക്കി. ബെഡിൽ ആരുമില്ല. അടഞ്ഞുകിടക്കുന്ന ബാത്റൂമിന്റെ വാതിലിലേക്ക് നോക്കിക്കൊണ്ട് അവൻ ബെഡിലേക്ക് കിടന്നു. ബാത്റൂമിൽ നിന്നിറങ്ങിയതും നന്ദു കണ്ടത് ബെഡിൽ മറന്നിടക്കുന്ന അജുവിനെയാണ്. ചുണ്ടുകൾ മനോഹരമായി ചിരിക്കുന്നതിൻ്റെ ഒപ്പം അവിടെ കണ്ണു നിറഞ്ഞു. അജൂട്ടാ, നന്ദു ഇടറിക്കൊണ്ട് വിളിച്ചതും കണ്ണടച്ച് കിടന്നിരുന്നവൻ കണ്ണു തുറന്ന് തലചരിച്ച് നന്ദുവിനെ നോക്കി. അവനെ നോക്കി കണ്ണിൽ വെള്ളം നിറച്ചു നിൽക്കുന്ന പെണ്ണിനെ കണ്ടതും അജു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അവിടെ അടുത്തേക്ക് നടന്നു. വാ. നന്ദുവിന്റെ അടുത്തേക്ക് നടക്കുമ്പോൾ അജു അവന്റെ രണ്ട് കൈയും എടുത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു. നന്ദു കീഴ്ച്ചുണ്ടെന്ന് കടിച്ചു പിടിച്ച് കരയിൽ നിന്ന് മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് പതുക്കെ നടന്നു. ശേഷം അവന്റെ നെഞ്ചിലേക്ക് ചാരി. അജു രണ്ട് കൈ കൊണ്ട് അവളെ പൊതിഞ്ഞു പിടിച്ചു. ഞാൻ ഒറ്റക്കായി എന്ന് കരുതി, വല്ലാത്ത സങ്കടം വന്നു. അജുവിന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവളെ നോക്കിക്കൊണ്ട് നന്ദു പറഞ്ഞു. അജു ഒരു ചിരിയോടെ നന്ദുവിനെ നിറഞ്ഞ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് താഴ്ന്നു വന്നു. നന്ദു കണ്ണുകൾ അടച്ചു പിടിച്ച് അങ്ങനെ നിന്നു. അജു താഴ്ന്നു വന്ന് നന്ദുവിന്റെ രണ്ട് കണ്ണിൽ അമർത്തി മുത്തി. ശേഷം അവന്റെ മുഖം പിൻവലിച്ചു. നന്ദു കണ്ണു തുറന്ന് അവനെ നോക്കി. അവളുടെ കണ്ണിലെ കണ്ണുനീർ അവന്റെ ചുണ്ടിൽ പറ്റിയിട്ടുണ്ട്. അത് തുടക്കാനായി നന്ദു കൈ നീട്ടിയതും അജു അവന്റെ ചുണ്ട് സ്വയം നുണഞ്ഞു. നന്ദു ഒന്ന് ചിരിച്ചു. കിടക്കാം, അജു പറഞ്ഞുകൊണ്ട് പതിയെ നന്ദുവിനെ കയ്യിൽ കോരിയെടുത്തു. നന്ദു അവന്റെ കഴുത്തിലൂടെ കൈയിട്ട് അവനോട് ചേർന്ന് കിടന്നു. അജു അവളെ സൂക്ഷിച്ചുകൊണ്ട് ബെഡിൽ കിടത്തി. നന്ദുവിനെ കിടത്തിയ ശേഷം പതിയെ അവളുടെ അടുത്തേക്ക് അവൻ കയറി കിടന്നു. നന്ദുവിന്റെ വയറിന്റെ ഭാഗത്തേക്ക് മുഖം വെച്ച് അവളിൽ നിന്ന് താഴേക്ക് ഊർന്ന് കിടന്നു. അച്ഛന്റെ കുഞ്ഞൂസേ. അജുവിന്റെ വലത്തെ കൈയെടുത്ത് നന്ദുവിന്റെ വയറിൽ പതിയെ വെച്ചുകൊണ്ട് അവനൊന്ന് വിളിച്ചു. അവന്റെ ശബ്ദം കേട്ടതും പ്രിയമോടെ ഒരു തുള്ളൽ അവൻ അവന്റെ കയ്യിൽ അറിഞ്ഞു. ഷോ, ഇതുവരെ അനക്കില്ലാതെ കിടക്കുമായിരുന്നു. ഞാൻ പേടിച്ചു പോയി. അമ്മയോട് പറഞ്ഞിട്ട് നാരങ്ങളും കുടിക്കണം എന്ന് ഇരിക്കുകയായിരുന്നു. വയറിലുള്ള കുഞ്ഞിന്റെ അനക്കമറിഞ്ഞതും അവളൊരു ചിരിയോടെ അജു വെച്ച കൈക്ക് മുകളിൽ അവിടെ കൈവച്ചുകൊണ്ട് പറഞ്ഞു. അജു ഒന്നും മിണ്ടാതെ അവിടെ വയറിൽ പതിയെ ഒന്ന് ചുംബിച്ചു. അച്ഛ ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ, എന്റെ കുഞ്ഞൂസ് പിടിക്കണ്ട. വയറിൽ നനത്തൊരു ഉമ്മയും കൊടുത്ത ശേഷം അജു നന്ദുവിന്റെ മുഖത്തിന് നേരെ ചേർന്ന് കിടന്നു. നന്ദു മറന്നു കിടന്നുകൊണ്ട് തന്നെ അജു ഇടത്തെ കൈമുട്ട് ബെഡിൽ കുത്തി നന്ദുവിന്റെ മുഖത്തിന് മുകളിൽ അവന്റെ മുഖം അടുപ്പിച്ച് കൊണ്ടുവന്നു. ഇനി ഈ മുഖം കണ്ടില്ലെങ്കിൽ ഞാൻ ചത്തു എന്ന് കരുതി നന്ദ. അജു നന്ദുവിന്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. നന്ദുവിന്റെ കണ്ണുകൾ പോലും ചിരിക്കുന്ന പോലെ തോന്നി. നീ പോയ ശേഷം ആകെ ഒരു മൂകത. നീല നമ്മുടെ റൂമിൽ കയറിയപ്പോ നെഞ്ചൊക്കെ പൊട്ടുന്ന പോലെ ആകെ ഒരു സങ്കടം. കണ്ടു പറ്റുമെന്ന് തോന്നിയപ്പോ പിന്നെ നോക്കിയില്ല, വേഗം ഇങ്ങ് പോന്നു. കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് അജു പറയുമ്പോൾ നന്ദു ഇഷ്ടത്തോടെ അവനെ നോക്കി. ഡെലിവറി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ തന്നെ കിടക്കാം കേട്ടോ, ഇങ്ങോട്ട് വരണ്ട. എൻ്റെ അമ്മ നോക്കിക്കോളൂ. സാവിത്രി അമ്മ എന്തു പറഞ്ഞാലും കേൾക്കണ്ട, അവിടെ മതി എൻ്റെ കണ്ണു മുമ്പിൽ. അജു പറയുമ്പോൾ നന്ദു ഒന്നും മിണ്ടിയില്ല. അവൻ പറയുന്നതിന് വെറുതെ എതിർത്ത് നോക്കണമെന്നുണ്ട്. വെറുതെ അവനെ വാശി കയറ്റാൻ മാത്രം എന്തെങ്കിലും പറയണമെന്നുണ്ട്. പക്ഷെ കഴിയുന്നില്ല. അവനോട് വഴക്കൂടാൻ തന്നെ തോന്നുന്നില്ല. ആകെ ഒരു വിഷമം. ഈ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എന്തൊക്കെ ചിന്തിച്ചു കൂട്ടി. മരിക്കുന്ന പോലും മനസ്സിൽ കണ്ടു. വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വല്ല ആക്സിഡന്റ് പറ്റി ഞാൻ മരിച്ചു പോയാൽ എൻ്റെ അജു ഒറ്റക്കാവില്ലേ എന്ന് കരുതിയില്ലേ? ഇനി അജുവിന് അവിടെ നിന്ന് എന്തെങ്കിലും പറ്റിയാൽ ഞാൻ ഒറ്റക്കാവില്ലേ എന്ന് കരുതിയില്ലേ? അങ്ങനെ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടിയത്. നന്ദ ഒന്നും മിണ്ടാ നിറകണ്ണുകളോട് അവൻ തന്നെ നോക്കിയെടുക്കുന്നവരുടെ കവിളിൽ അവനൊന്ന് തലോടി. നന്ദ അവനെ നോക്കി ചിരിച്ചു. എന്തുപറ്റി നന്ദ? പതിവില്ലാത്ത അവിടെ മൗനം അവനിൽ ചെറിയൊരു പേടി വരുത്തി. അതവൻ്റെ വാക്കിൽ നിന്ന് നന്ദുവിന് മനസ്സിലായി. ഏയ് ഒന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ള ഒരാള് നമ്മളിൽ നിന്ന് കുറച്ചു നേരം അകന്നിന്ന ആ ആളോട് നമുക്കുള്ള ഇഷ്ടം മനസ്സിലാവും അല്ലേ? മനസ്സിലായപ്പോ അവൾക്കടുത്തേക്ക് ബെഡിൽ മറന്നു കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു. നന്ദു ഒന്ന് മൂളി. നന്ദു അജുവിന്റെ ഭാഗത്തേക്ക് ചെരിഞ്ഞുകൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചാരി കിടന്നു. അവൾക്ക് കിടക്കാൻ പറ്റുന്ന വശം ചേർന്നുകൊണ്ടാണ് അവൻ കിടക്കാറുള്ളത്. രണ്ടുപേരൊന്നും മിണ്ടിയില്ല. ആ മനോഹരമായ നിമിഷം ഒന്നും പറഞ്ഞ് നശിപ്പിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നില്ല. ആ ചെറിയ മിസ്സിംഗ് അവർ ഏറെ ഇഷ്ടത്തോടെ ആസ്വദിച്ചു. എപ്പോഴോ രണ്ടുപേരുടെയും കണ്ണുകൾ ഉറക്കത്തിലേക്ക് വീണു. പിറ്റേ ദിവസം രാവിലെ തന്നെ അജു നന്ദു അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും വന്നല്ലേ, 2 ദിവസം അവൾ ഇവിടെ നിർത്തണ എന്ന് സാവിത്രി കരഞ്ഞു പറഞ്ഞിട്ടും അജു കേട്ടില്ല. പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് നന്ദുവിനെ കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. തറവാടിന്റെ മുറ്റത്ത് കാർ നിർത്തിയും അജുവും നന്ദു ഇറങ്ങി. അവരുടെ വരവും കാത്ത് ലക്ഷ്മിയമ്മ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്നു. അജുവിന്റെ കാർ വന്നിരുന്നതും അവൾ കാറിന്റെ അടുത്തേക്ക് നടന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ? നന്ദുവിന്റെ വയറിൽ തലോടിക്കൊണ്ട് ലക്ഷ്മി ചോദിക്കുമ്പോൾ അവളിൽ നിന്ന് തലയാട്ടി. പതിയെ ലക്ഷ്മിയുടെ കൈ പിടിച്ചുകൊണ്ട് അവൾ അകത്തേക്ക് നടന്നു. നന്ദ, ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. മുന്നോട്ട് നടന്ന നന്ദുവിനെ നോക്കി അജു പറയുമ്പോൾ അവൾ തലയാട്ടി. അജു കാറിൽ കയറി ഓഫീസിലേക്ക് പോയതും ലക്ഷ്മി നന്ദു അകത്തേക്ക് കയറി. ആ വന്നോ? ഇന്നലത്തെ പോക്കണ്ടപ്പോ ഞാൻ കരുതി ഒരു മാസം ഇനി ഇങ്ങോട്ടൊന്നും കാണില്ലെന്ന്. ചിരിയോടെ സേതുമോ പറയുമ്പോൾ നന്ദു മുഖം കയറ്റി പിടിച്ച സെറ്റിയിലേക്ക് ഇരുന്നു. അജുവേട്ടൻ വന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അവിടെ നിന്നിരുന്നു. ഇതിപ്പോ ഭർത്താവ് എന്ന് വിളിക്കുമ്പോൾ എങ്ങനെ പറ്റില്ലെന്ന് പറയാൻ പറ്റും? ഓ, ഭർത്താവിനോട് പറ്റില്ലെന്ന് പറയേ ചെയ്യാത്ത ഒരാള്. നന്ദുവിന്റെ മുഖത്തേക്ക് പുച്ഛിച്ചുകൊണ്ട് സേതുമ പറയുമ്പോൾ നന്ദു തിരിച്ചും ഒന്ന് പുച്ഛിച്ചു. ലക്ഷ്മി അവരെ രണ്ടുപേരെയും മാറി മാറി നോക്കിക്കൊണ്ട് അവിടെ ഇരുന്നു. സേതുവും നന്ദുവും തമ്മിലുള്ള ബോണ്ട് അത് വല്ലാത്തൊരു ബോണ്ടാണ്. അമ്മയോ കൂട്ടുകാരിയോ സഹോദരിമാരോ അങ്ങനെയൊക്കെ ഒരു ബോണ്ട്. ആ നീ എത്തിയോ? ആ അവരെത്തിയമ്മേ.
വിളിക്കാം. ഫോൺ ചെവിയിൽ വെച്ചുകൊണ്ട് ജാനു പറഞ്ഞു. ശേഷം ഫോൺ ഓഫാക്കി. ജാനു നന്ദുവിൻ്റെ അടുത്ത് വന്നിരുന്നു. എന്തായാലും പോയതല്ലേ, പോയ സ്ഥിതിക്ക് എനിക്ക് കുറച്ച് ദിവസം കൂടെ അവിടെ നിൽക്കായിരുന്നു. അമ്മയ്ക്കും ഉണ്ണിക്കും ആകെ സങ്കടമായിട്ടുണ്ട്. ജാനുവോട് അടുത്തിരുന്ന് പറയുമ്പോൾ നന്ദു ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. നിൽക്കാൻ പറ്റണ്ടേ, എങ്ങനെയെങ്കിലും പോന്നാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു നേരം കിടക്കണം, യാത്രയൊക്കെ ചെയ്തു വന്നല്ലേ, ലക്ഷ്മി പറയുമ്പോൾ നന്ദുപതിയെ സെറ്റിൽ നിന്ന് എഴുന്നേറ്റു. ഒന്ന് കിടന്നാൽ കൊള്ളാമെന്ന് അവൾക്കും തോന്നി. അടിവയറ് ചെറുതായി കൊളത്തി പിടിക്കുന്ന പോലെയുണ്ട്. എന്താ മോളെ, വയ്യേ? മുഖം ചുളിച്ചുകൊണ്ട് അടിവയർ താങ്ങി പിടിക്കുന്നവളുടെ അടുത്തേക്ക് ലക്ഷ്മി വന്നിന്ന് ചോദിച്ചു. അടിവയറ് കൊളുത്തി പിടിക്കുന്ന പോലെ നന്ദു പറയുമ്പോൾ ലക്ഷ്മി അവളെ ചേർത്ത് പിടിച്ചു. ഇന്നലെ അങ്ങോട്ടുള്ള യാത്രയും ഇന്ന് ഇങ്ങോട്ടുള്ള യാത്രയും കാറിൽ ഒരേ ഇരിപ്പല്ലേ, അതുകൊണ്ടാ. കുറച്ചു നേരം കിടന്നാൽ ശരിയാവും, പോയി കിടന്നു. സേതു പറയുമ്പോൾ ലക്ഷ്മി നന്ദുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ലക്ഷ്മിയുടെ റൂമിലേക്ക് നടന്നു. നന്ദുപതിയെ ബെഡിലേക്ക് കിടന്നു. അമ്മയെ കിടക്കുവോ? സൈഡിലേക്ക് ചെരിഞ്ഞിടന്നുകൊണ്ട് നന്ദു ചോദിക്കുമ്പോൾ ലക്ഷ്മി ഒരു ചിരിയോടെ അവിടെ അടുത്തേക്ക് കിടന്നു. ലക്ഷ്മി കിടന്നു. നന്ദു അവരുടെ മാറിലേക്ക് ചാഞ്ഞു കിടന്നു. ലക്ഷ്മി ഒരു ചിരിയോടെ അവിടെ മുടിയിൽ തഴുകിക്കൊണ്ടിരുന്നു. നന്ദു ലക്ഷ്മിയുടെ മാറിലേക്ക് ഒന്നുകൂടെ ചേർന്ന് കിടന്നു. അവളുടെ കണ്ണുകൾ ഏതോ ഒരു ഓർമ്മയിൽ നിറഞ്ഞു വന്നു. നിന്നെ ഇവിടെ ആക്കിയിട്ട് അവനങ്ങ് പോയല്ലേ, എന്നാ പിന്നെ നിന്നെ കൊണ്ടുവരണോ? നന്ദുവിൻ്റെ കൂടെ അകത്തേക്ക് പോലും കയറാതെ പോയ അജുവിനെ ഓർത്തുകൊണ്ടാണ് ലക്ഷ്മി അത് പറഞ്ഞത്. നന്ദു ഒന്നും മിണ്ടിയില്ല. അവൾക്കറിയാം എന്തിനാണ് അജു അത് ചെയ്തതെന്ന്. അവനുണ്ടെങ്കിൽ ഈ കിടപ്പും സംസാരം അവനോടായിരിക്കും. അവനില്ലായ്മയിൽ മാത്രമാണ് അമ്മയും മരുമകളും തമ്മിൽ ഇത്ര അടുപ്പം ഉണ്ടാവുകയുള്ളൂ എന്ന് അവൻ മനസ്സിലാക്കി കാണണം. ലക്ഷ്മി നന്ദുവിൻ്റെ തലമുടിയിൽ തഴുകിക്കൊണ്ട് അങ്ങനെ കിടന്നു. ഇടയ്ക്കിടയ്ക്ക് നന്ദു ഓരോന്നും ചോദിച്ച് ലക്ഷ്മി ഓരോന്നും പറഞ്ഞ് അവർക്കിടയിൽ സമയം നീങ്ങിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞ് നന്ദുവിനെ അനക്കുമൊന്നില്ലെന്ന് കണ്ടതും ലക്ഷ്മി മുഖം താഴ്ത്തി നന്ദുവിനെ നോക്കി. അവൾ ഉറക്കം പിടിച്ചിട്ടുണ്ട്. ഈയിടെയായിട്ട് അവൾ അങ്ങനെയാണെന്ന് സേതു പറഞ്ഞ് ലക്ഷ്മി ഓർത്തു. എവിടെ കിടന്നോ അവിടെ കിടന്നുറങ്ങും, ക്ഷീണം കൊണ്ടാവും. കുറച്ചു സമയം നന്ദുവിൻ്റെ കൂടെ കിടന്ന ശേഷം ലക്ഷ്മി എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ഉറങ്ങിക്കിടക്കുന്ന നന്ദുവിൻ്റെ നെറ്റിയിൽ ഒരു ചുംബനം നൽകിക്കൊണ്ട് ലക്ഷ്മി പോകുമ്പോൾ അതറിഞ്ഞ പോലെ നന്ദു ഉറക്കത്തിലും ചിരിച്ചു. എന്നിട്ടെന്താ, പാർവതി ആ നിമിഷം തന്നെ ഇറങ്ങിപ്പോയി. പത്മാവതി അടുത്ത് പിറ്റേ ദിവസം മക്കൾ പോയപ്പോൾ അവരുടെ കൂടെ പോയി. പിന്നെ ഒരു വിവരവുമില്ല. പാത്രം കഴുകിക്കൊണ്ട് സേതു പറയുമ്പോൾ ലക്ഷ്മി ഉള്ളിയരികിൽ നിർത്തി പകപ്പോടെ ഇരുന്നു. കേട്ടൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. കഴിഞ്ഞൊക്കെ കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ച് ഇവിടെ സംസാരം വേണ്ടെന്ന് അജു പറഞ്ഞിട്ടുള്ളൂ. എവിടെയെങ്കിലും പോയി എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, നമുക്കെന്താ? സേതു പറയുമ്പോൾ ലക്ഷ്മി ഒന്നും മിണ്ടാതിരുന്നു. ഇരുവരുടെയും സംസാരം കേട്ടുകൊണ്ടാണ് നന്ദു അവരുടെ അടുത്തേക്ക് വന്നു. നീ എഴുന്നേറ്റോ? കുടിക്കാൻ ജ്യൂസ് എടുക്കട്ടെ? ഹൈ, വരേണ്ടിയിരുന്നില്ല, അവിടെ തന്നെ കിടന്നാൽ മതിയായിരുന്നു. സേതു നന്ദുവിനെ നോക്കി ജ്യൂസ് വേണമെന്ന് ചോദിച്ചതും അവളുടെ മുഖം മാറി. വേറൊന്നുമില്ല, ജീവിതത്തിൽ ഇപ്പോൾ അവൾക്ക് ഏറ്റവും വെറുപ്പ് ജ്യൂസാണ്. കുടിച്ച് മതിയായി. വേണ്ട, നീ കുടിക്കണ്ട. സേതുമ നന്ദുവിൽ നിന്ന് മുഖം മാറ്റി. നന്ദു പതിയെ ചെയറിലിരുന്നു. ലക്ഷ്മി അവർ പറയുന്നൊന്നും കേൾക്കാതെ വേറെ എന്തോ ചിന്തയിലാണ്. കേട്ടൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത പകപ്പിൽ. അമ്മേ, നന്ദു ലക്ഷ്മിയെ നോക്കി വിളിച്ചു. അവൻ മുഖമുയർത്തി അവളെ നോക്കി. അവർക്കൊക്കെ ആ ശിക്ഷ വേണം, അത്രക്കുണ്ട് അവരുടെ ഉള്ളിലെ വിഷം. ദൈവം അവർക്ക് വിധിച്ച് അവരനുഭവിക്കുന്നു, അങ്ങനെ കരുതിയാൽ മതി. നന്ദു പറയുമ്പോൾ ലക്ഷ്മി ഒന്നും മിണ്ടാതെ തലയാട്ടി. അങ്ങനെ തന്നെ ആവും. ചെയ്തു കൂട്ടിയ ശിക്ഷകൾക്ക് അനുഭവിക്കാതെ ആരും ഈ ലോകത്ത് നിന്ന് പോവില്ല. സേതുവും ലക്ഷ്മിയും ജോലി ചെയ്യുമ്പോൾ നന്ദു ചെയറിൽ നിന്ന് അവളോട് ഓരോന്ന് സംസാരിച്ചു. ഇരുന്ന് ചെയ്യാൻ പറ്റുന്നൊക്കെ അവൾ ചെയ്തു കൊടുക്കും. അല്ലാത്തൊക്കെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും അവർ സമ്മതിക്കാറില്ല. അപ്പോഴേക്കും കുഞ്ഞിന് പാൽ കൊടുത്ത ശേഷം ജാനു അവരുടെ അടുത്തേക്ക് വന്നു. കുഞ്ഞിനെ നന്ദുവിൻ്റെ അടുത്ത് ടേബിൾ ഇരുത്തിക്കൊണ്ട് ജാനു അവരെ സഹായിച്ചു. 4 പേരും കൂടെ സംസാരിച്ച് കളിയും ചിരിയുമായി സമയം കടന്നുപോയി. സ്വപ്നം കണ്ട നിമിഷങ്ങൾ കൺമുമ്പിൽ കണ്ട ലക്ഷ്മിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവരും അവരുടെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും മാത്രമുള്ള സന്തോഷം നിറഞ്ഞ കുടുംബം. ജിത്തുവിനോട് ഒരു പ്രസന്റേഷനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഫോൺ ബില്ലടിക്കുന്ന അമ്മ എന്ന് കണ്ടതും അവൻ വേഗത്തിൽ ടേബിളിൽ നിന്ന് ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. ഇങ്ങനെ ഒരു വിളി പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസം ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ആ വിളി വന്നപ്പോൾ വല്ലാത്തൊരു ഭയം അവനെ പൊതിഞ്ഞു. അജു, മോൾക്ക് വയ്യ, ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാ, നീ അങ്ങോട്ട് വന്നാൽ മതി. കിതച്ചുകൊണ്ട് സേതുമ പറഞ്ഞിരുത്തുമ്പോൾ അജു ജിത്തുവിനെ നോക്കി കണ്ണ് കാണിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടിയിരുന്നു. മിനിറ്റുകൾ കഴിഞ്ഞൊരു മീറ്റിംഗ് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് ജിത്തുവിന്റെ കൂടെ പോകാൻ പറ്റിയില്ല. അജു കാർ നിർത്തി അകത്തേക്ക് ഓടുമ്പോൾ ലക്ഷ്മിയുടെ നമ്പറിലേക്ക് അടിച്ചുകൊണ്ടിരുന്നു. ലേബർ റൂമിന്റെ അങ്ങോട്ട് വായെന്ന് പറഞ്ഞ് ഫോൺ വെച്ചതും അജു വേഗത്തിൽ അങ്ങോട്ട് ഓടിക്കയറി. ലേബർ റൂമിന്റെ അടുത്തെത്തിയപ്പോൾ കണ്ടു സേതുമയും ദത്തനും ലക്ഷ്മിയും പ്രതാപനും ഒക്കെ ടെൻഷനോടെ നിൽക്കുന്നു. എന്തെങ്കിലും പറഞ്ഞോ? അവർക്കടുത്തേക്ക് പാഞ്ഞുകൊണ്ട് അജു ചോദിച്ചു. ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല, ഇപ്പൊ അകത്തേക്ക് കയറ്റിയിട്ടേ ഉള്ളൂ, നല്ല വേദന ഉണ്ടായിരുന്നു. അജു ഒന്ന് മൂളിക്കൊണ്ട് ചെയറിലേക്ക് ഇരുന്നു. കുറച്ച് സമയം കഴിഞ്ഞ് ലേബർ റൂമിന്റെ വാതിൽ തുറന്ന് ഒരു നേഴ്സ് പുറത്തേക്ക് വന്നു. നന്ദിതാർജുൻ പ്രസവിച്ചു കേട്ടോ, പെൺകുഞ്ഞ. വിവരം പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് തന്നെ പോയി. എല്ലാവരും ചിരിയോടെ പരസ്പരം നോക്കി. അപ്പോഴേക്കും സാവിത്രിയും മുണ്ണിയുമൊക്കെ എത്തിയിരുന്നു. കുറച്ചു കഴിഞ്ഞ നേഴ്സ് കുഞ്ഞിനെ കൊടുന്നു. അജു നിറഞ്ഞ കണ്ണുകളോടെ കുഞ്ഞിനെ കൈനീട്ടി കാണിച്ചു. നന്ദ, കുഴപ്പമൊന്നുമില്ല, സ്റ്റിച്ച് ഇടുക. അതും പറഞ്ഞ നേഴ്സ് അകത്തേക്ക് തന്നെ പോയി.
അജുവിന്റെ ചുറ്റിനെ എല്ലാവരും കൂടി. ആകാശ നീല നിറത്തിലുള്ള ടർക്കിൽ പൊതിഞ്ഞ കുഞ്ഞിന്റെ കയ്യിലും കവിളിലും കാലിലുമൊക്കെ ഓരോരുത്തരും തൊട്ടും തലോടിയും നിന്നു. ഇടക്കൊന്ന് പാൽ കൊടുക്കാൻ ലക്ഷ്മിയമ്മ കുഞ്ഞിനെ കൊണ്ട് ലേബർ റൂമിലേക്ക് പോയി. തളർന്നു മയങ്ങുന്ന നന്ദുവിന്റെ അടുത്തേക്ക് ചേർന്ന് നിന്ന് കുഞ്ഞിനെ അവിടെ അടുത്തേക്ക് കിടത്തി കൊടുത്തു. നന്ദു, ലക്ഷ്മിയമ്മ പതിയൊന്ന് വിളിച്ചതും നന്ദു ക്ഷീണം നിറഞ്ഞ കണ്ണുകൾ തുറന്ന് അവരെ നോക്കിയൊന്ന് ചിരിച്ചു. ശേഷം കയ്യിലുള്ള കുഞ്ഞിനെയും നോക്കി. അജുവേട്ടൻ എവിടെ അമ്മേ? പുറത്തുണ്ട്, എനിക്കൊന്ന് കാണണം. കുറച്ച് കഴിഞ്ഞ് മോളെ പുറത്തെടുത്തു, അപ്പൊ കാണാട്ടോ. നന്ദു സങ്കടമുള്ളിൽ ഒതുക്കി പിടിച്ചുകൊണ്ടെന്ന് മൂളി. അവനെ കാണാൻ അത്രയ്ക്ക് ആഗ്രഹമുണ്ട്. അവന്റെ കൈ പിടിച്ച് ലേബർ റൂമിൽ കയറണമെന്നൊക്കെ ആയിരുന്നു ആഗ്രഹം. നടന്നില്ല. ഈ നേരം വരെ ഒന്ന് കാണാനും പറ്റിയില്ല. മോള് കുഞ്ഞിന് പാല് കൊടുക്ക്. ലക്ഷ്മി അമ്മ സഹായിച്ചുകൊണ്ട് നന്ദു കുഞ്ഞിന് പാല് കൊടുത്തു. ശേഷം കുഞ്ഞിനെ കൊണ്ട് പുറത്തേക്ക് തന്നെ പോയി. നന്ദു ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ആ കിടപ്പങ്ങനെ കിടന്നു. എപ്പോഴാ പുറത്തേക്ക് പോവാ എന്നുള്ള അവരുടെ ചോദ്യത്തിന് ട്രിപ്പ് കഴിഞ്ഞ് പോവാമെന്ന് പറഞ്ഞതും നന്ദുവിന്റെ കണ്ണുകൾ ട്രിപ്പിലേക്ക് പോയി. സമയമെടുക്കുന്ന കണ്ടതും നന്ദു കണ്ണുകൾ അടച്ചു. പുറത്തേക്ക് ഇറങ്ങിയാൽ ആദ്യം ചെയ്യേണ്ടതും പറയേണ്ടതും ഒക്കെ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് അവൾ ആ കിടപ്പങ്ങനെ കിടന്നു. അജൂട്ടാ, ലേബർ റൂമിന്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നതും കിടന്ന കിടപ്പിൽ നിന്ന് തന്നെ നന്ദു വിളിച്ചു. അജു നിറഞ്ഞ കണ്ണുകളോടെ അവളുടെ വലത്തേ കയ്യിൽ അമർത്തി പിടിച്ചു. ഒപ്പം ആരൊക്കെയുമുണ്ട്. കുഞ്ഞിനെ കൊണ്ട് സേതുവും ലക്ഷ്മിയും സാവിത്രിയും ഒക്കെ റൂമിലാണ്. അല്ലാത്തവരൊക്കെ അവന്റെ ഒപ്പമുണ്ട്. അതൊന്നും അവൻ നോക്കിയില്ല. കൺഗ്രാറ്റുലേഷൻ മേൻ, ബെറ്റി ഐസ് പെൺകുട്ടി തന്നെയാ. ആ കിടപ്പിൽ കിടന്നുകൊണ്ട് തന്നെ നന്ദു അവന്റെ നേരെ കൈ ഉയർത്തി പിടിച്ച് പറഞ്ഞതും അജുവയുടെ കയ്യിലൊന്ന് അടിച്ചു. മാറിക്ക്, റൂമിൽ കൊണ്ടുപോയി കിടത്തിട്ട്. പിന്നിൽ നന്ദുവിനെ റൂമിൽ കിടത്താൻ വേണ്ടി കാത്തിരിക്കുന്ന ചേച്ചി പറഞ്ഞതും അജു അവരുടെ അടുത്തൊന്ന് മാറിക്കൊടുത്തു. എല്ലാവരും അവർക്ക് പിന്നാലെ റൂമിലേക്ക് പോയി. അജു കണ്ണുകൾ അമർത്തി തുടച്ച് ചിരിയോട് അവർക്കൊപ്പം നടന്നു. 3 ദിവസത്തിന് ശേഷം അമ്മയും കുഞ്ഞും ഹോസ്പിറ്റലിൽ നിന്ന് സൂര്യമംഗലത്തേക്ക് തന്നെ വന്നു. അമ്മയുണ്ടായിരുന്നെങ്കിലെന്ന് ഒരിക്കൽ പോലും ചിന്തിക്കാനുള്ള ഒരു അവസരം ലക്ഷ്മി നന്ദുവിന് കൊടുത്തില്ല. അതുപോലെ നോക്കി. ഒരുപക്ഷെ അവളുടെ അമ്മ നോക്കുന്നതിനേക്കാൾ നല്ല രീതിയിൽ നോക്കി. ജോലി കഴിഞ്ഞ് കുളി കഴിഞ്ഞു വന്നാൽ അജു അമ്മയ്ക്കും കുഞ്ഞിനും ഒപ്പം തന്നെയാണ്. ആര് പറഞ്ഞിട്ടും കാര്യമില്ല, അവൻ അവർക്കൊപ്പം തന്നെയാണ്. കിടപ്പ് അവർക്കൊപ്പമല്ല. ഉറക്കം ശരിയാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് നന്ദു തന്നെ അവനെ ഉന്തിത്തള്ളി പുറത്താക്കും. ദിവസങ്ങൾ മാറ്റമില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. കുഞ്ഞിപ്പെണ്ണ് നോക്കാനും ചിരിക്കാനും ശബ്ദം ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയതോടെ ജിത്തുവിന്റെ കുഞ്ഞും അജുവിന്റെ ഒപ്പം ആ റൂമിൽ തന്നെയായി. നിവേദിത അർജുൻ. അജു ഉറക്കെ ആ പേര് പറഞ്ഞതും എല്ലാവരുടെയും മിഴികൾ വിടർന്നു. ഉണ്ണി കണ്ടുപിടിച്ച പേരാണ്. എല്ലാവർക്കും നന്നായി തന്നെ പേര് ഇഷ്ടപ്പെട്ടു. പേരിടൽ ചടങ്ങ് നൂലുകെട്ടലൊക്കെ കഴിഞ്ഞ് രാത്രി നന്ദു അജുവിനെ നെഞ്ചിൽ തലയേർത്ത് കിടക്കുവാണ്. അജുട്ടാ. ഒന്നും മിണ്ടാ കിടക്കുന്നവന്റെ നഗ്നമായ നെഞ്ചിൽ അവളുടെ നഗ്നമായ മാറുകൾ അമർത്തിക്കൊണ്ട് അവൾ അവന്റെ മുകളിലേക്ക് കിടന്നു. ഒപ്പം തന്നെ അവരിൽ നടന്നു മാറാൻ തുടങ്ങിയ പുതപ്പിനെ അവൾ നേരെ പിടിച്ചിട്ടു. നീ എന്നെ പ്രലോഭിപ്പിക്കരുതെന്താ? അജു കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് പറയുമ്പോൾ നന്ദു ഒന്ന് പതിഞ്ഞ് ചിരിച്ചു. ശേഷം ഒന്നുകൂടെ അവനിലേക്ക് അമർന്ന് കിടന്നു. എന്താ ആലോചിക്കുന്നു? അത് പറ. ഒന്നുമില്ല, ഒരു ഭ്രാന്തൻ അർജുനുണ്ടായിരുന്നു, അവനെക്കുറിച്ച് ആലോചിച്ചതാ. ഇപ്പൊ എവിടെയാണാവോ? ചിരിയോട് അജു പറയുമ്പോൾ നന്ദു അവനെ നെഞ്ചിലേക്ക് ചാരി അവനെ മുറുകെ പിടിച്ചു. അജു 2 കൈ കൊണ്ട് നന്ദുവിനെ അവനോട് അടക്കി പിടിച്ചു. കുറച്ചു കഴിഞ്ഞതും കുഞ്ഞിപ്പെണ്ണെണീറ്റതും അജു അവന്റെ നെഞ്ചിലേക്ക് നോക്കി. ഒന്നും അറിയാതെ ഉറങ്ങുന്ന അവന്റെ നന്ദയെ പതിയെ ബെഡിലേക്ക് എടുത്തിയ ശേഷം അജു ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മുണ്ടെടുത്ത ശേഷം കുഞ്ഞിനെ തൊട്ടിയിൽ നിന്നെടുത്ത് അവന്റെ നെഞ്ചിലേക്ക് കിടത്തി പതിയെ തട്ടിക്കൊടുത്തു. ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയാണ് അജു ഇരിക്കുന്നത്. ഒരു കൈ കൊണ്ട് അവന്റെ നെഞ്ചിലെ കുഞ്ഞിനെയും അവൻ തഴുകി ഉറക്കിക്കൊണ്ടിരുന്നു. ഇതുവരെ കടന്നുപോയ അവന്റെ ജീവിതം വെറുതെ അവനെന്ന് ഓർത്തു നോക്കി. മറന്നതും മറക്കാത്തതുമായി കുറെ മിന്നായം പോലെയുള്ള ഓർമ്മകൾ അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അവനൊന്ന് ചിരിച്ചുകൊണ്ട് ആ കിടപ്പിടന്നു. ഇനി എത്രയൊക്കെ ജന്മമുണ്ടെങ്കിലും ഈ കിടക്കുന്നവളെ തന്നെ തന്റെ ഇണയായി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞിനെ അവർക്ക് നടുവിലേക്ക് കിടത്തിക്കൊണ്ട് അവനും കിടന്നു. ഒരു നല്ല പുലരിക്കായി ആ അച്ഛനും അമ്മയും മകളും കണ്ണുകളടച്ചു. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. നാളെ മുതൽ നുസ്രത്ത് ബാനുവിൻ്റെ തൂലികയിൽ വിരിഞ്ഞ മനോഹരമായ റൊമാൻറ്റിക് ആക്ഷൻ ത്രില്ലർ അസുര താണ്ഡവം ആരംഭിക്കുന്നതാണ്. മനോഹരമായ കഥയാണ്. തുടക്കം മുതൽ കേൾക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.